നമസ്കാരം. നാടെങ്ങും ഓണമയമല്ലേ, ഓണത്തിന്റെ ഒരു വൈബല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിലാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിശേഷം പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്, ഒരു ഗസറ്റഡ് യക്ഷി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവിയുടെ ഒരു വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ മുഖ്യ താരങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. നമുക്ക് ഒരു ഗസറ്റഡ് യക്ഷിയുടെ അണിയറ പ്രവർത്തകരെ പരിചയപ്പെടാം. ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുന്ന ആള് നമ്മുടെ അതിന്റെ സംവിധായകനായ ജസ്റ്റിൻ ജോസഫാണ്. അടുത്തത് നമുക്ക് അതിന് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദീപിക സോമൻ. അടുത്തത് അതിന്റെ മെയിൻ വില്ലൻ റോളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളാണ് ബിബിൻ അഞ്ചൻ. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു പേര് വരാൻ കാരണമാണ് ഈ ഗസറ്റഡ് യക്ഷി എന്ന് പറഞ്ഞത്? ഇതിന് പേര് ഞാൻ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അയാൾക്കെതിരുന്ന സിനിമ. ആ സിനിമയ്ക്കകത്തെ ഒരു തുല്യനാമാണ് ഒരു ഗസറ്റ് യക്ഷി എന്ന് പറയുന്നത്. അപ്പം മോഹൻലാൽ നോവൽ എഴുതുന്ന അതന്നെ. അപ്പൊ അവരുടെ ഒരു തുല്യനാമാണ് ഈ ഗസറ്റ് യക്ഷി എന്നാണ്. അപ്പൊ ആ പേര് അങ്ങനെ ആരും ഇട്ടിട്ടില്ല, ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതിന് ആപ്റ്റാന്ന് തോന്നി. അതിലൊരു വെറൈറ്റി പേര് പാടുന്നു വിചാരിച്ചു. ആണ് ഒരു ഗസറ്റ് യക്ഷി എന്നിട്ട്. എന്താണ് ഈ ഗസറ്റഡ് യക്ഷി? അത് ചോദിക്കരുത്, അത് പറയത്തില്ല. നമ്മുടെ ടൈറ്റിൽ ഒരു സാധന സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് അയൺ ബോക്സിന്റെ അത് നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് കാണുമ്പോൾ അത്യാവശ്യം ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആളുടെ റീലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഫുള്ള് ഭയങ്കര അഭിനയത്തിൽ തകർത്ത് വാഴുവാണ്. എന്താണ് ഈ അഭിനയം വിട്ട് ഈ ഒരു സംവിധായം എന്നുള്ള ഇതിലേക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് എന്നാണ്? അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം പോലെ എന്റെ ഒരു ആഗ്രഹം, സ്കൂളിൽ പഠിക്കുന്ന പോലെ ആഗ്രഹമാണ് അഭിനയം എന്ന് പറഞ്ഞാൽ. എനിക്കൊരു നടനാണെന്നാണ് ആഗ്രഹം. അതിനോട് ശരിക്കും കഷ്ടപ്പെടുന്നോണ്ട് ഡെഡിക്കേഷൻ ഉണ്ട്. ഈ അന്യന്റെ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. റീൽസ് നമ്മള് ചുമ്മാ നേരം പോക്കുന്ന രസത്തിനോട് ചെയ്യുന്നതാണ്, ടൈം പാസിനോട് ചെയ്യാണ്. ഞാൻ ടോവിനോട് അന്വേഷിപ്പം കണ്ടത് സിനിമയിൽ ഒരു ക്യാരക്ടർ വേഷം ചെയ്ത് ഓഡീഷൻ കിട്ടിയാണ്. എന്നാൽ ടോവിനായിട്ട് ഒരു കട്ട വേഷം ചെയ്ത് ഡബിങ് ഒക്കെ ചെയ്താണ്. ആദ്യമായിട്ട് സിനിമ ഡബ് ചെയ്യുന്നത് ആ സിനിമയിലാണ്. അപ്പൊ അഭിനയം ഇപ്പോഴും വിട്ടിട്ടില്ല. അഭിനയം തന്നെയാണ് നമ്മുടെ മോഹം. അഭിനയിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കഥ വന്നപ്പോ ഞാൻ തന്നെയാണ് ഇതിനെ കഥ എഴുതി എല്ലാവരും നമ്മൾ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വന്ന് ഡയറക്ടർ ചെയ്തേക്കെന്ന് വെച്ചു. അങ്ങനെ ഒരു ഓഡീഷനൊക്കെ നടത്തി അങ്ങനെ വന്നതാണ് ഈ നടന്മാരൊക്കെ. അങ്ങനെ എല്ലാവരും വന്ന് നമ്മളോട് സഹകരിച്ച് എല്ലാവരും നല്ലത് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഫൈനൽ ഔട്ട് നമ്മുടെ ഉണ്ട്, നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം പ്രേക്ഷകരിലാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ കണ്ട് ഇതിപ്പോ നമ്മൾ എത്ര വലിയ പടാന്ന് പറയുന്നത് ഡയറക്ടറും എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ഇനി പ്രേക്ഷകർ ഒരു അഭിപ്രായം അതെങ്ങനെയാണ് അവർ തീരുമാനിക്കുക. ഷോർട്ട് മൂവിയിലെ ഗസറ്റഡ് യക്ഷിയാണ് ഈ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് യക്ഷി അല്ല ദീപിക പറയാനുള്ളത്? നമുക്ക് എന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്? ജസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കംഫർട്ട് ആയിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ? എനിക്ക് ഓക്കെയാണ്. ഞാൻ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാല് ഞാനൊരു ആഡ് കണ്ടിട്ടാണ് ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. റീൽസിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. ഇപ്പം നമ്മളൊരു സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് മൂവിലായാലും ജസ്റ്റ് ഒരു നായിക വേഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റോളല്ലല്ലോ, ഒരു തേപ്പിന്റെ ഒരു ഇതല്ലേ എൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ. അപ്പം അത് ആപ്റ്റായിരുന്നു? അത് എങ്ങനെയായിരുന്നു? എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ. നല്ലൊരു കമ്പനിയായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു. അതുകൊണ്ട് നമുക്കത് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷമായി. കാരണം ഇവരൊക്കെ ആയിട്ട് ഒരു കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെയ്യാനുള്ളൊരു ഇത് വന്നു. പക്ഷെ എങ്ങനെ എത്തും എന്നുള്ളത് പ്രഷർ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും നല്ല വൈബായിരുന്നു. അപ്പൊ പിന്നെ നമ്മുടെ വില്ലനായിട്ട് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന മെയിൻ വില്ലൻ റോളാണ് ഇദ്ദേഹം. എങ്ങനെയുണ്ട് ഇവരുമായിട്ട് അഭിനയിച്ചിട്ട്? അങ്ങനെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണോ? എനിക്ക് മുന്നേ പരിചയമില്ല. ഇങ്ങനെ ഒരു ഷോർട്ട് മൂവി ചെയ്യുന്നു എന്ന് അറിഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് ആദ്യമായിട്ട് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ ഷോർട്ട് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തലയൊക്കെ മുട്ടയടിച്ചുള്ള ഒരു വില്ലൻ റോളായിരുന്നല്ലേ അതെനിക്ക്. ഈ ഒരു ശരീരഘടന വെച്ചിട്ട് ആയിരുന്നു ഈ വില്ലൻ റോൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ നെഗറ്റീവ് റോള് അത്രേ ഉള്ളൂ. അല്ല ഭയങ്കര വില്ലൊന്നും അല്ല, വലിയ സിനിമയൊക്കെ പോലെ വലിയ അജാനുഭാവ വില്ലൊന്നും അല്ല, നെഗറ്റീവ്. പക്ഷെ പുള്ളി അത് ആപ്റ്റാണ്. പുള്ളി നല്ലത് ചെയ്തിട്ടുണ്ട്. മുട്ടയടിച്ചത് നല്ല ക്യാരക്ടറിന് പറ്റുന്ന രീതിയാണ്. പിന്നെ അത് പുള്ളിയുടെ ഒരു നല്ലൊരു സീൻ നമ്മൾ ചെയ്ത് വെച്ചു, നല്ലൊരു ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീൻ കാണുമ്പോൾ പുള്ളിക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. വേറെ ഷോർട്ട് മൂവിലോ സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടാൻ. കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയാണ്? ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് മൂവി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത്
ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാനത് കാണുന്നത്. അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചു, വാട്സപ്പിൽ നേരത്തെ ചെയ്ത വർക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പോ വില്ലൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ചോദിച്ചു, എനിക്ക് വില്ലൻ പറ്റുമോ രൂപം. അപ്പോ മുടിയൊക്കെ എടുത്തുള്ള രൂപമാകുമ്പോ കൊള്ളാം ഒന്നൂടെ. അപ്പൊ എന്റെ പറഞ്ഞേ, വില്ലനാണെങ്കിലും ഇതില് കട്ട വില്ലനസ് ഒന്നുമല്ല, ഒരു നെഗറ്റീവ് റോള്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പോലെ ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണം, എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു ഒന്നിച്ചുള്ള ഒരു വർക്ക് കൊള്ളായിരുന്നു. മുടിയൊക്കെ വളർന്നോ? മുട്ട അടിച്ചിട്ട് ക്യാരക്ടർ വളർന്നു വരുന്നൊക്കെ വളർന്നില്ലേ, പെട്ടെന്ന് വളർന്നില്ലേ? അതെ അതെ, പെട്ടെന്ന് വളർന്നു. ഞാന് ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് ഇത് വളർത്തിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെ, പക്ഷേ നടന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, എനിക്ക് ഇതിനകത്ത് ചെറിയൊരു റോള് നായികയുടെ കൂടെ പങ്കിടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റിനോട് ഈ ഒരു അവസരത്തിൽ ഒരു താങ്ക്സ് കൂടെ പറയുവാണ്. അതിലൊക്കെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച വില്ലനാണ് ഇത് കേട്ടോ. വായി നോക്കുന്ന അതാ ഞാൻ പറഞ്ഞ പുള്ളിക്കാരനല്ല, എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരന് സീൻ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും പുള്ളിക്കാരി ഒരു അവസരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തതിൽ സത്യം ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാ. ആ ഒരു നമ്മുടെ ആ കോംബോ ഇല്ലേ, എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പക്ക വില്ലന്റെ ആ ഒരു ഇത് കൊടുത്ത അത്രയും നല്ല ഇതായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആ ഒരു ഇതില് കൊടുത്ത അത്രയും ഞാൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നിൽക്കുമ്പോ വായി നോക്കുന്ന സീനുണ്ട്, അതൊക്കെ കറക്റ്റ് ഒരു വായി നോക്കുന്ന വായി നോക്കിയാണെന്ന് തോന്നിപ്പോകും. അതേപോലത്തെ നല്ലൊരു ആക്ടറാണ്. ഇതിനുവേണ്ടി നല്ലൊരു ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഡബിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയിക്കണതും ഇതിന് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് ആ ഡബിങ്ങിലാണ്ടും ആ അഭിനയത്തിലാണ് നോട്ടം വരെ ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഞാൻ പറഞ്ഞത് ചിലപ്പോ ഇത് കഴിയുമ്പോ ഭാഗ്യമുണ്ട്, ചിലപ്പോ അവസാനം എല്ലാം ദൈവം ചെയ്യുന്നത്. ഒരു ഗസറ്റ് രക്ഷി പ്രൊമോഷൻ കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് അത് റിലീസ് ആയി കഴിയുമ്പോ തന്നെ ഒരു തേപ്പുകാരിയുടെ പേരായിരിക്കും നാട്ടിൽ മുഴുവൻ വരുന്നത്. അതെങ്ങനെ റിക്കവർ ചെയ്യും? അത് ക്യാരക്ടർ അല്ലേ, അപ്പൊ ഓരോ തരും, അത് അഭിനയിക്കുക, നമ്മുടെ അതൊരു ജോലിയുടെ ഭാഗമാണ്. അപ്പം തേപ്പുകാരി എന്നുള്ള പേര് കിട്ടിയ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതൊരു ഇതില്ലേ, ക്യാരക്ടർ അല്ലേ, ഒറിജിനൽ തേപ്പുകാരി അല്ലേ, ഒരു ക്യാരക്ടർ അല്ലേ. പിന്നെ കിട്ടിയിട്ടില്ല. തേപ്പുകാരി എന്നുള്ള എന്താണ് ആ ക്യാരക്ടറുടെ പേര് അറിയപ്പെടുക എന്നൊരു ഭാഗ്യമാണ്. അതെ അതെ അതെ. ഓണമൊക്കെ എത്ര വരെ എത്തിയിട്ടുണ്ട് നമുക്കത് പറയാം. ഓണമല്ല നമ്മുടെ റിലീസ് ഓണം എങ്ങനെ, ഞാൻ ഓണത്തിന് മുമ്പ് ഇറക്കും. ഞാൻ പറയില്ലേ, ഓണത്തിന് വലിയ പാടില്ല പിന്നെ നമ്മള് ഇത് നല്ലത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിലൊക്കെ പറയാനാണെങ്കിൽ ഇന്റർവ്യൂ അതൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അത് നീണ്ടു പോകും, റിലീസിന് നീണ്ടു പോകും, എല്ലാ പ്ലാനിനും തെറ്റും. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സ്ട്രഗിളിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ അടുത്ത ഇന്റർവ്യൂലൊക്കെ പറയാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ജോലി അത് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി അതും കൊണ്ടുപോകണം അല്ലേ? സ്കൂളിലൊരു സാറല്ലേ, ഈ സാറിന് എന്തെങ്കിലും കഴിക്കാൻ തൊഴിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരല്ല. അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ഈ പാഷനും കൂടെ ഇതിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇത് തന്നെ പാഷനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പ്രൊഫഷണൽ ജോലിയും കൂടെ ആ ഒരു ഇതിൽ കോട്ടം നട്ടാൽ നമ്മളിപ്പോ ഇതിന്റെ നമ്മൾ ഇതിനോട് കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട്, നേരത്തെ ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ജോലിക്ക് പോയിരിക്കാൻ പറ്റത്തില്ല. ഇതിലൊന്ന് സെറ്റിൽ ആകുന്ന വരെ നമുക്ക് ജോലിക്ക് പോയിരിക്കാൻ പറ്റില്ല. ജോലിക്ക് പോലും നമ്മുടെ കുടുംബം പട്ടിണിയാവും. വർക്കിന്റെ മാത്രമല്ല, നമ്മൾ ജോലിക്ക് പോലും നമ്മുടെ കുടുംബം പട്ടിണിയാവും. അപ്പൊ ഇതിലൊന്ന് സെറ്റ് ആവണം. സെറ്റ് ആക്കി നമുക്ക് ജോലി വിടാം. പക്ഷെ അതുവരെ നമ്മൾ ജോലിക്ക് പോയാൽ പറ്റും. പിന്നെ നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ചിട്ട് ഒത്തിരി പേരുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നായം വരാണ്. ഞാൻ ആ ഒരു ചെറിയ ക്യാരക്ടർ അഭിനയിച്ചില്ല. ആ ഒരു സീനുള്ള മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ബാക്കിയുള്ളതെന്ന് അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. ഇത് നമ്മളൊരു ബാഹുല്യം എന്നല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയൊരു 11 മിനിറ്റും 51 സെക്കൻഡ് ഷോർട്ട് മൂവിയാണ് ചെയ്തിരിക്കുന്നത്. എന്റെ മനസ്സിലൊരു ആഗ്രഹം പോലെ ഒരു സിനിമാറ്റിക് മോഡലാണ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരാണ് അല്ലേ ഇരിക്കുന്നത്. ഒരു വില്ലൻ റോൾ ചെയ്യുന്നുണ്ടല്ലേ? വില്ലൻ റോളൊന്നും അല്ല, വില്ലന്റെ കൂടെ ആളില്ലാത്തോണ്ട് ഞാൻ കയറി ഡയറക്ടർ ജോഡിയാരൻ സാറ് വൈഫ് കൂടെ നടക്കാറെങ്കിൽ അതെ ഞങ്ങൾ വിളിച്ച് അപ്പൊ എന്നാ പരിപാടി ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഷോർട്ട് മൂവിയാണ്, ഞാനാ ഡയറക്ടർ, നമുക്ക് ടിപ്പ് എന്ന് പറഞ്ഞു. ടിപ്പൊക്കെ എന്താ പറയാ, നന്നായി ഒരു അടിപൊളിയാവുന്ന പുള്ളി അനുഗ്രഹിച്ച്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കോംപ്ലി. ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അത് തന്നെ നമുക്ക് ഒരു കോംപ്ലി. ഒരു ഡയറക്ടറാണ് പറഞ്ഞത്, CD മൂസ, കൊച്ചിരാജാവ്, മമ്മൂക്കാട് പടങ്ങളെ ഇപ്പൊ ആക്ടറായി. അപ്പൊ അവര് പ്രതീക്ഷിച്ചില്ല കേട്ടോ, വന്ന് നമ്മുടെ കൂടെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പുള്ളിക്കാരൻ. അല്ലേ, അദ്ദേഹം പറഞ്ഞു ചെയ്ത് നന്നായി വരട്ടെ, നന്നാകുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഒരു ഡയറക്ടർ. അതൊരു ഡയറക്ടർ അല്ലേ, ആക്ടറായത് ഇപ്പോഴല്ലേ, പകരമായി. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മളെ നായൻ,
നായന് പനി പിടിച്ച് കിടക്കുവാണ്. നായനെ വിളിച്ചായിരുന്നു, പനിയാണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് വേറെ ക്യാരക്ടർ വേഷങ്ങൾ എത്ര നായകന്മാരാ വരുന്നത്? ഒരു നായകനാണോ? അതും നമ്മൾ പറയത്തില്ലേ. പിന്നെ മെയിൻ ആയിട്ട് ഒരു നായനുണ്ട്, അത് ഹരി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരാണ്. എവിടെ സ്ഥലം? അത് ചേർത്തില്ല. അപ്പൊ അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിന് പനി പിടിച്ച് കിടക്കുവാണ്. അദ്ദേഹമാണ് മെയിൻ ക്യാരക്ടർ. അദ്ദേഹത്തിന് ഇച്ചിരി പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ അതിനകത്ത് ത്രൂ ആയിട്ടുള്ള ആളാണ്, അതായത് മെയിൻ ക്യാരക്ടർ ചെയ്താണ്. പിന്നെ വേറൊരു വേഷം ചെയ്ത ഒരാളുണ്ട്, ഒരു അതിനകത്ത് മെയിൻ റൗഡി, അവരൊക്കെ വരാനുണ്ട്. പിന്നെ അതിനകത്ത് വേറെ ക്യാരക്ടർ, അതൊന്നും പറയാൻ റിവീൽ അതുകൊണ്ടാണ് പറയാതെ. ഒത്തിരി ക്യാരക്ടറുകൾ ഉണ്ട് അതിനകത്ത്. എന്തായാലും നമ്മൾ ചെറിയൊരു ഷോർട്ട് മൂവി, ഒരു സിനിമ പോലെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് എല്ലാം ദൈവാനുഗ്രഹം. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്ക് ടെൻഷൻ ഉണ്ട്, കാര്യം ഇപ്പോഴൊരു ഡയറക്ടർ ടെൻഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞാൻ സമാനം ഒന്നും അറിയിട്ടില്ല. കാരണം ഈ ഒരു വർക്ക് ഇറങ്ങാൻ പറയാം, ഞാൻ പറയാം സ്ട്രഗിളിങ് ശരിക്കും ഉണ്ടായിരുന്നു. സ്ട്രഗിളിങ് പോരാനായിട്ട് ഈ വർക്ക് എഡിറ്റിങ് കഴിയുന്ന പറയാൻ എനിക്ക് ആ പടം ആവി പിടിച്ചെടുക്കുമായിരുന്നു. ഞാൻ നടക്കുന്നത് നമ്മുടെ ഒരു ചേട്ടച്ചാരുണ്ട്, സുഹിച്ചേട്ടൻ എന്ന് പറയാം, അത് നമ്മുടെ കമ്മൽക്കട എന്ന് പറഞ്ഞ അതിന്റെ ഓണറാണ്. അദ്ദേഹത്തിനെ വിളിച്ച് എപ്പോഴും ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതുകൊണ്ട് ടെൻഷൻ ആയിരിക്കാണ് ഡയറക്ടർ പറയുന്നത്. അത് നിസ്സാര കാര്യം എനിക്ക് ഈ ഒരു വർക്കിന്റെ മനസ്സിലായി. പക്ഷെ അടുത്ത ഞങ്ങൾ ഉടനെ സ്വിച്ച് ഓൺ ആകുന്നുണ്ട്. നിഴൽവേട്ടനാണ് ഇതിനകത്ത് പ്രൊമോഷൻ ചെയ്യണം. നിഴൽവേട്ടനാണ് അതിന്റെ പേര്. അതിന്റെ നായ നമ്മുടെ സുജിത്തേട്ടാണ്. ഈ ഒരു അവസരത്തിൽ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. അപ്പൊ അത് നമ്മള് ദീപിക എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് സ്വദേശം? ഇപ്പൊ എന്ത് എടുക്കുവാണ്? കൂടുതൽ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ എൻ്റെ നാട് മല്ലപ്പള്ളി, അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ നാട്. ഇപ്പം ഞാനുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാൻ ആക്റ്റീവ് ഫീൽഡും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഫീൽഡും കൂടെ ഇങ്ങനെ നോക്കുവാണ്. പിന്നെ ഷോർട്ട് ഫിലിം 3-4 റീൽസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് ഞങ്ങള്. അപ്പൊ നമുക്കത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുവാണ്. നിങ്ങളുടെ ഈ ഷോർട്ട് മൂവിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിപ്പോ പറയാന്ന് വെച്ചാൽ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ആദ്യം പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജസ്റ്റിൻ സംവിധാനം ചെയ്ത ഈ ഒരു ഇത് നല്ല ഇതായിട്ട് ആൾക്ക് പുതിയ നല്ല അവസരങ്ങളും കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നല്ല ഒരു കഴിവുണ്ട്. അപ്പം അതിൽ നിന്ന് ആൾക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അടുത്ത നെക്സ്റ്റ് വർക്ക് നല്ല ഇതായിട്ട് ഇതിലും നല്ല ഇതായിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംവിധാനം കപ്പിത്താൻ പറയാ. എനിക്ക് പറയാനുള്ളത് എല്ലാരും പോയി കാണണം. അതായത് നമ്മൾ ആഗസ്റ്റ് ആദ്യവാരമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം യൂട്യൂബിലാണ് ഇത് ഇറക്കുന്നത്. അത് നമ്മൾ വേറൊരു ചാനലാണ് കൊടുക്കുന്നത്. കാണുന്നവര് എന്തായാലും തീരെ മോശം എന്നാലും പറയത്തില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ എൻ്റെ കാക്കി തൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയാനൊക്കെ പറയുന്നതല്ല. എനിക്ക് ഞാനൊരു സിനിമ ഒരു നിരീക്ഷണ രീതിയിൽ പറയുന്നതാണ്. എനിക്ക് മൊത്തത്തില് ഈ 11 മിനിറ്റും 50 സെക്കൻഡുള്ള ഈ ഷോർട്ട് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണായിട്ട്. എൻ്റെ ഡയറക്ടർ നിന്ന് പറയുന്നതല്ല, എനിക്ക് പ്രേക്ഷകർ നിന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ യൂട്യൂബിൽ സംരക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഇടുക. വില്ലൻ എന്താണ് പറയാനുള്ളത്? വലിയ സിനിമ എടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചല്ല എടുക്കുന്നത്. അപ്പം ഈ കുറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു ഒരെണ്ണം കൊണ്ടുവരുമ്പോൾ അതിന് മാക്സിമം ആളുകൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇങ്ങനെയുള്ള പുതിയ ഇനി വരുന്ന ഷോർട്ട് ഫിലിമുമായിട്ടൊക്കെ വരുന്ന പുതിയ ആളുകളെയും പുതിയ തലമുറയെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വീണ്ടും മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ ഒരു ഗസറ്റഡ് രക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊരു വിജയത്തിനോടുള്ളൊരു മുന്നോടിയായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളത് അവരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് നിങ്ങളുടെ 3 പേരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം എത്തിക്കാൻ പോകുന്നു. അപ്പം ഈ ബിഗ് സ്ക്രീനിലേക്ക് നിങ്ങൾ 3 പേര് നിങ്ങളുടെ കൂടെ അഭിനയിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ഈ ജസ്റ്റിനോട് ഭയങ്കര രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ജോലിയുടെ പിന്നെ ഈ ഒരു പ്രൊഫഷനിൽ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് എല്ലാം കൂടെ തലയ്ക്ക് നല്ല ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല ബിഗ് സ്ക്രീനിലേക്ക് എത്തട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുവാണ്. ബിഗ് സ്ക്രീനാണ് എല്ലാവരും സ്വപ്നം. അതെ.